ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടൊരു കടലക്കറി തയ്യാറാക്കാം. തേങ്ങ ചേർക്കാതെ, തേങ്ങ വറുത്തരക്കാതെ തയ്യാറാക്കുന്ന കടലക്കറിയാണ്. എന്നാൽ തേങ്ങ വറുത്തരച്ചിട്ട് തയ്യാറാക്കുന്ന കറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സിമ്പിൾ കടലക്കറി തയ്യാറാക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഒരു 8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം വെള്ളമൊക്കെ ഊറ്റിയെടുത്തു. ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1-2 കാര്യങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 3 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, അതായത് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2-2.5 കപ്പ് അളവിലൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് 7 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കടല വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ സാധാരണ മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കടലക്കറിയിൽ കുറച്ച് കൂടുതൽ ചേർക്കണം, എന്നാലേ ഒരു നോൺ വെജ് കറിയുടെ ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, നേരിയ ചൂടുവെള്ളം, കൂടുതൽ ചൂട് വേണ്ട, നേരിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പൊടികൾ ഡയറക്റ്റായിട്ട് കറിയിലേക്ക് ചേർക്കുന്നതിന് പകരം ഇതുപോലെ ചേർക്കുന്നതാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു തിക്ക് പേസ്റ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് മാറിയതിന് ശേഷം തുറന്നു നോക്കുന്നതാണ്. കടല ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്നും കുറച്ച് അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി വെക്കണം. അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല കൊഴുപ്പോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടുതൽ വേണ്ട ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ കടല അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അരച്ചെടുക്കേണ്ട വെള്ളം, കടല വേവിച്ചെടുത്ത വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് എടുത്താൽ മതിയാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക് കിട്ടുക. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം സൈസിലുള്ളതൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ പൊടികൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ റോ സ്മെല്ല് മാറി വരുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെള്ളത്തോടു കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കടല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് കറിയിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചൂട് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് നമുക്കൊരു 10 മിനിറ്റൊക്കെ അടച്ചു വെച്ചുകൊണ്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടലക്കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ മൂപ്പിച്ച് ചേർക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ അത് ചേർക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. കടുക് വറുത്തിടേണ്ട കാര്യങ്ങൾ നോക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 3-4 ചുവന്നുള്ളി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. 2 വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് അളവിലൊക്കെ വ്യത്യാസം വരുത്താം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
കടുക് താളിച്ചൊഴിച്ച് ഉടൻ തന്നെ നമുക്കിത് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്